സഭയെയും ഒക്കെ കുറ്റം പറഞ്ഞ് വിമർശിക്കുന്നവരുടെ കൂടെ വസിച്ചാൽ നിന്റെ വളരെ അനുഗ്രഹം പോകും മക്കളെ. അതുകൊണ്ട് അവരെയാണ് കുറിച്ചാണ് ഒന്നാമത്തെ സങ്കീർത്തനത്തില് വളരെ ഒന്നാമത്തെ വാക്യം മുതൽ തന്നെ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. പരിഹാസികൾ എന്ന് വിളിക്കുന്നവരാരാണ്? വിമർശിക്കുന്നവരാണ്. എന്തിനാ അവർ വിമർശിക്കുന്നത്? കാരണം അതിലൂടെ അവർ പണം ഉണ്ടാക്കിയാണ്. പക്ഷെ നമുക്ക് കുഴപ്പമില്ല, അവരെന്തെങ്കിലും ചെയ്യട്ടെ, നമുക്ക് വിഷയമല്ല. സർവശക്തനായ ദൈവത്തിന്, യേശു ക്രിസ്തുവിനെ ഒരു തെറ്റും ചെയ്യാതെ അവനെ ക്രൂശിൽ തറച്ച് കൊന്നു. എന്നോട് പറയും ബ്ലാസ്ഫെമി ഓഫ് ഗോഡ്. അവൻ ദൈവത്തിനെ പോലെയാകുന്നു, അവൻ ദൈവമായി മാറി എന്ന് പറഞ്ഞ് അത് തെറ്റാണെന്ന് സ്ഥാപിച്ച് അന്ന് യഹൂദരായ പുരോഹിതന്മാര് റോമൻ പടയാളികൾക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ യേശു ക്രിസ്തുവിനെ കാൽവരി കുന്നിൽ ക്രൂശിന്മേൽ തറച്ചു കൊല്ലുകയാണ്. ഒരു കണക്കിൽ അത് വലിയ അനുഗ്രഹമായി മാറി. പക്ഷെ മാനുഷികമായി ചിന്തിക്കുകയാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ കുരിശ് നോക്കിയിട്ട് പലരും പറയാറുണ്ട് അവനൊരു പരാജയതനാണല്ലോ എന്ന്. ക്രൂശിൽ അവനെ തറച്ചു കൊന്നു. കാരണം അവൻ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ഭൂമിയിൽ ചെയ്തു. മരിച്ചവനെ ഉയർപ്പിച്ചു, കുരുടന് കാഴ്ച കൊടുത്തു, ചെകിടനെ കേൾപ്പിച്ചു, ഉടനെ നടത്തി, കടലും പേമാരിയും നിർത്തി, കടലിന്റെ മുകളിൽ നടന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും അവസാനം അവൻ പരാജയപ്പെട്ടല്ലോ എന്ന് ചില പണ്ഡിതർ ചോദിക്കാറുണ്ട്. എന്ത് പരാജയമാണ്? കുരിശുമരണം. ആ കുരിശുമരണത്തിലൂടെ ഒരു വലിയ കാര്യം വരാനിരിക്കുന്ന ജനതയ്ക്ക് വേണ്ടി, മാനവരാശിക്ക് വേണ്ടി സർവശക്തനായ യേശു ക്രിസ്തു ചെയ്തെടുത്ത കാര്യം അവർ കണ്ടില്ല, അവർക്ക് കാണാൻ സാധിച്ചില്ല. കാരണം എന്താ? മരിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടി. ഈ പറയുന്ന വ്യക്തികൾ, വിമർശിക്കുന്ന വ്യക്തികൾ, ഈ പണ്ഡിതർ, അവർ മരിക്കാതെ, അവർ നരകത്തിൽ പോകാതെ, അവർ പാതാളത്തിൽ പോകാതെ, അവർക്കും കൂടിയാണ് സർവശക്തനായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. അവന്റെ മരണത്തിലൂടെ നമുക്ക് നിത്യജീവൻ ലഭിച്ചു. ഹല്ലേലൂയ.